തിരുവനന്തപുരത്തിൻ്റെ MP-യാണ് ശശി തരൂർ. അദ്ദേഹത്തിനൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിൽ നിന്ന്. രാജ്യം ശുചിത്വത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി. ശശി തരൂർ പലതവണ അത് വിശദീകരിച്ചു കഴിഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ശുചിത്വം എന്നുള്ളത്. അത് ഈ കഴിഞ്ഞ UPA സർക്കാർ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുവന്നു. BJP സർക്കാർ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമാകാൻ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. അത്ര മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. UPA-യുടെ നയം തുടരുന്നതിനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ സംശയിക്കുന്നത്? UPA-യുടെ നയം പിന്തുടരുന്ന ഒരു സർക്കാർ തന്നെയാണല്ലോ കേരളത്തിലുള്ളത്. ആ കേരളത്തിലെ ഗവൺമെൻറ് മോഡി പറയുന്നതിൻ്റെ എത്ര നാളുകൾക്ക് മുമ്പ് പറഞ്ഞു മാലിന്യമുക്ത കേരളം എന്നുള്ളത്. ആ മാലിന്യമുക്ത കേരളം എന്നുള്ള മുദ്രാവാക്യവുമായി എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങുന്നുവെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ? മോഡിയെ പിന്നെ മാത്രമല്ല ഒരു എലിയെ കൊന്ന് ചത്ത എലിയെ പൊക്കിയിട്ട് മറ്റേ മോഡിക്ക് ട്വീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയായിട്ട് നടപടിയല്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ച് വിജയിച്ച സമയത്ത് തന്നെ ഒരു 15,000 വോട്ട് BJPക്ക് ലഭിച്ചൊരു കോൺസ്റ്റിറ്റ്യുവൻസി എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തത്. കുറേ സ്ഥലത്ത് പ്രചരണത്തിന് പോയി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ BJP വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു. അത് വളരെയധികം ഒരു മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു 10-15,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ അങ്ങനെയാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സ്വാഭാവികമായിട്ടും BJPക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ബാക്കി എല്ലാ പ്രചരണവും മാറ്റിവെച്ച് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമായിട്ട് ഒതുങ്ങി. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പക്ഷേ കുറച്ച് സമയം വൈകിപ്പോയി. കാരണം മുഖ്യ ശത്രു LDF എന്നാണ് വിചാരിച്ചത്. അപ്പോൾ LDFന് ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോഴും LDFനേക്കാൾ UDFന് 13,000 വോട്ട് ഡിഫറൻസ് ഈ ഇലക്ഷനിലും ഉണ്ട്. എൻ്റെ ഇലക്ഷനിൽ 16,000 വോട്ടാണ് ഡിഫറൻസ് എങ്കിൽ ഇത്തവണ 13,000 വോട്ട് LDF-ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 15,000 വോട്ട് കിട്ടിയ BJP 40,000-ലേക്ക് വന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? 60,000 വോട്ടെങ്കിലും ലഭിക്കും, അതുകൊണ്ട് വട്ടിയൂർക്കാവ് വെച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് പിടിക്കാമെന്നായിരുന്നു അവരുടെ ധാരണ. അത് പൊളിഞ്ഞു പോയതുകൊണ്ട് അത് 3,000-ൽ താഴെ ചുരുക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഉദ്ദേശിച്ച ഭൂരിപക്ഷം അവിടെ കിട്ടിയിരുന്നെങ്കിൽ വട്ടിയൂർക്കാവിൻ്റെ ഭൂരിപക്ഷം വെച്ചിട്ട് ഇവിടെ പാർലമെൻറ്റ് അവർക്ക് ജയിക്കാമായിരുന്നു. അതിനെ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ പ്രവർത്തകരുടെ സഹായത്തോടുകൂടെ കുറേ തടയിടാൻ കഴിഞ്ഞു. അതിൻ്റെ വിരോധം BJPക്കാർ ഇപ്പോഴും എന്നോട് കാണിക്കുകയാണ്. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതുവരെ ഒരു കോൺട്രവേഴ്സിലായിരുന്നില്ല. ഇപ്പോൾ 3.5 വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വൈരാഗ്യത്തിൽ BJPക്കാർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല മഴ പെയ്ത് കേരളത്തിൻ്റെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വേദമാണ്. കാരണം പല സന്ദർഭത്തിലും നന്നായിട്ട് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് എന്നാലും ചിലയിടത്ത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അവരിപ്പോൾ കുഴി നോക്കി നിൽക്കുക വാഴ നടാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് എന്നോട് ദേഷ്യം? എന്നോട് പേഴ്സണലായിട്ടുള്ള വിരോധം കൊണ്ടല്ല. അവർ പറയുന്നത് ഇങ്ങനെ ഇയാളിങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയതെന്നുള്ള വൈരാഗ്യം അവർ എന്നെപ്പോലൊരു അപ്പോൾ എന്നോട് കാണിക്കുകയാണെങ്കിൽ സാധാരണ പ്രവർത്തകനോട് എന്തുമാത്രം ദേഷ്യം കാണിക്കും? ഈ ശത്രുപക്ഷത്തുള്ളവരോട് അനുഭാവം കാണിക്കുന്നു എന്നതാണല്ലോ ശശി തരൂരിന് മേലുള്ള കുറ്റം. അങ്ങനെ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ആ ഇൻറ്റൻഷൻ എനിക്ക് ഇനി ബെറ്റർ പ്ലേസ് മറുപുറമാണെന്നതാണ്. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ വല്ല വിചാരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് ശശി തരൂർ വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് വിജയിച്ചത്. ഡൽഹിയിൽ വേണ്ടത് BJP ഭരണമല്ല കോൺഗ്രസ് ഭരണമാണെന്നാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത്. ആ വിധിയെഴുത്തിൻ്റെ ഫലത്തിലാണ് ശശി തരൂർ വന്ന് വിജയിക്കുന്നത്. അദ്ദേഹത്തിന് മറിച്ചു വല്ല ചിന്തയുണ്ടെങ്കിൽ അദ്ദേഹം തുറന്നു പറയണം. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഞാൻ സംശയിക്കുകയല്ല, പക്ഷേ പ്രവൃത്തിയിൽ ജനത്തിന് സംശയമുണ്ട്. വോട്ട് ചെയ്ത ജനം സംശയിക്കുന്നുണ്ട്, സാധാരണ പ്രവർത്തകൻ സംശയിക്കുന്നുണ്ട്. അത് ദൂരീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. G. കാർത്തികേയൻ സ്പീക്കർ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു, എനിക്ക് ഈ പണി മടുത്തു, ഞാൻ മാറാൻ പോവുകയാണ്, മാറാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായി പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. ശ്രീ K. മുരളീധരൻ സ്പീക്കറാകും എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുന്നു, അതിൽ K. മുരളീധരന് സ്ഥാനം കിട്ടും. I വിഭാഗത്തിന് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെ മാറ്റി പകരം മുരളീധരൻ മന്ത്രിയാകും. സർവ്വതാ യോഗ്യനാണ് K. മുരളീധരൻ എന്ന് വാർത്തകളുണ്ടായി. ഇതൊന്നും സംഭവിച്ചില്ല. മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്ര പ്രയാസം? അതിപ്പോൾ ഞാനിപ്പോൾ അടുത്ത 20 മാസത്തെ ഗവൺമെൻറ് ഈ നിയമസഭയുടെ കാലാവധിയുള്ളൂ. അതിനിടയ്ക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ സ്പീക്കർ അന്ന് രാജിസന്നദ്ധ പ്രകടിപ്പിച്ചു. ഒന്ന്, അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ശാരീരികമായിട്ടുള്ള അല്പ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് പോയത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ പോകുമ്പോഴൊക്കെ ഈ സ്പീക്കർ പദവി വഹിക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഒരിക്കലും ഒരു മന്ത്രിയാവാനുള്ള ആഗ്രഹത്തിലല്ല അദ്ദേഹം ആ രാജിസന്നദ്ധ അറിയിച്ചത്.
അപ്പം അങ്ങനെ വന്നപ്പോൾ പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞു ഇപ്പോഴത്തെ എനിക്കൊരു മാറ്റവും വേണ്ട, ഇതുപോലെ കണ്ടിന്യൂ ചെയ്യട്ടെ. സ്പീക്കർക്ക് അസുഖം ഉണ്ടെങ്കിൽ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാം. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഇത് ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ പുനഃസംഘടന ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ 20 മാസത്തേക്ക് ഒരു പുനഃസംഘടനയുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു 15 കൊല്ലം മുൻപുള്ള കെ മുരളീധരനല്ല ഇപ്പോഴുള്ളത്. താങ്കളുടെ പ്രതികരണത്തിൽ, പരാമർശങ്ങളിൽ, പ്രസ്താവനകളിൽ എല്ലാം കുറെ കൂടി മയം സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രായവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തന പരിചയവും എല്ലാം നൽകിയ ഒരു പക്വതയുടെ ഭാഗമായിട്ടാണ്. അതായത് ഓരോ ദിവസവും നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ പക്വത ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരും. അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. കഴിഞ്ഞ 10-25 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവം തന്നെയാണ് ഞാനിന്ന് ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായത്. ഇപ്പോൾ ഞാൻ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയേറെ പ്രയാസപ്പെട്ട ആർക്ക് വേണ്ടിയിട്ടാണ്? എന്നോടൊപ്പം നിന്ന പലരെയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനാണ്. കെ മുരളീധരന് സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു യുദ്ധം എനിക്ക് നടത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് സഹായിച്ച് ഉന്നത തലത്തിലൊക്കെ എത്തിയവർ പിന്നെ എന്നോട് എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും സ്ഥാനങ്ങൾ കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ എനിക്ക്